നേരെ വെക്ക് പറഞ്ഞു മുടി നേരത്തെ ഇങ്ങനെ വെക്കുന്നത്. ആ നില്ലേ നിധിക്കുട്ടി നിങ്ങളുടെ നോക്കണേ. നിധിക്കുട്ടിയും ദാനക്കുട്ടനും ഒക്കെ എൻ്റെ അമ്മ സോറി കുളിച്ച് സുന്ദരനും സുന്ദരിക്കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതിനിപ്പോൾ നാളെ മുടി സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തില്ല സോറി എന്താ പറയണ്ടേ. നിധിക്കുട്ടി നീ കഴുകുന്ന പ്രോസസ്സ് പറയുന്നുണ്ടോ അത് വീഡിയോ ആയിട്ട് ഇടുവാണോ? അപ്പൊ പറഞ്ഞോളൂ. അപ്പൊ പറഞ്ഞോ. നിധിക്കുട്ടി നടുക്കുന്നൊക്കെ സുന്ദരനായിട്ട് വന്നേക്കാണ്. പറഞ്ഞാല് കൈ കഴിക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം എണ്ണ തേക്കുമല്ലോ, നമ്മൾ കുറച്ചേരം ഇരിക്കണം. എത്ര നേരം ഇരിക്കും? അങ്ങനൊന്നുമില്ല, കണക്കില്ല. വെള്ളം ചൂടാക്കി കൊണ്ടുപോയിക്കുമ്പോ കുളിക്കും. അപ്പം അവള് തുമ്മലുള്ളതുകൊണ്ട് ചെറിയ ഒരു എന്താ പറയാ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. തല ഒരു വളരെ വാം വാട്ടറിൽ അത് നമ്മൾ കുളിക്കണം. ആദ്യം നമ്മൾ ഷാമ്പു ഇടും. ആദ്യം സ്കാൽപ്പില് ഷാമ്പു വെള്ളം നേർപ്പിക്കാറുണ്ടോ? ഷാമ്പു നേർപ്പിക്കാറുണ്ടോ? ആദ്യം നമ്മൾ തലയിൽ ഡയറക്റ്റ്ലി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകണം. ഒന്നും ആൻഡ് ദെൻ കുറച്ച് വെള്ളം എടുക്കുക. ബക്കറ്റൊന്നും മഗ്ഗിന്റെ കുറച്ച് വെള്ളം എടുക്കുക. ഇത്ര എടുക്കും ഞാൻ സാധാരണ. എന്നിട്ട് അതിൽ ഷാമ്പു ഇടണം. നന്നായിട്ട് കലക്കണം. ഓൾവേസ് ഡൈല്യൂട്ട് ദ ഷാമ്പു. ഡോണ്ട് എവർ അപ്ലൈ ഇറ്റ് ഡയറക്റ്റ്ലി ഓൺ യുവർ സ്കാൽപ്പ്. പിന്നെ നന്നായിട്ട് കഴുകണം. പിന്നെ കഴുകുന്ന സമയത്ത് നമ്മൾ നഖം വെച്ചിങ്ങനെ ഉരയ്ക്കരുത്. ജസ്റ്റ് യൂസ് യുവർ ഫിംഗേഴ്സ് ആൻഡ് നന്നായിട്ട് മസാജ് ചെയ്യുക. അത്രയ്ക്കൊന്നും മസാജ് ചെയ്യണ്ട, ചുമ്മാ നമ്മൾ കഴുകിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് കഴുകുമ്പം ഒരിക്കലും നമ്മൾ മുടി ഇട്ടിട്ട് ഇങ്ങനെ കഴുകരുത്. ഷാമ്പു ഇട്ടിട്ട് ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ കഴുകിയാൽ മതി. ആ ബാക്കിയുള്ള ഷാമ്പു താഴേക്ക് ഒലിച്ച് പൊയ്ക്കോളും. അതങ്ങനെ പോകും. അതൊന്നും ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കഴുകിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കും. നന്നായിട്ട് ഷാമ്പു ഫുള്ള് കഴുകിക്കളയണം. ഒരു പ്രൊഡക്റ്റും ഉണ്ടാവരുത് പിന്നെ തലയിൽ. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യണം? മുടി എടുക്കണം. വെള്ളം എല്ലാം പിഴിഞ്ഞ് കളയണം. വേറെ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ പതുക്കെ പിഴിഞ്ഞ് മാക്സിമം എത്ര വെള്ളം ഇല്ലാതാക്കാമോ അങ്ങനെ. അതായത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇത്തിരി വീഴുന്ന സമയത്ത് നമ്മൾ കണ്ടീഷണർ ഇട്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ വെള്ളം കളയണം. അതിങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് നമ്മൾ കണ്ടീഷണർ ഇടണം. കുറച്ച് കണ്ടീഷണർ അത്യാവശ്യം ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇടും. കണ്ടീഷണർ ഇടുമ്പോൾ നെവർ അപ്ലൈ ഇറ്റ് ഓൺ യുവർ സ്കാൽപ്പ്. ഇത് എല്ലാവർക്കും അറിയുന്ന സാധനം അമ്മി. ഞാൻ ഇങ്ങനെയാണ് കണ്ടീഷണർ ഇടാറ്. ഇല്ല, കണ്ടീഷണർ ഇടുന്ന സമയത്ത് ഒന്നും നമ്മൾ ഷാമ്പു ഇടുമ്പോഴും ഈ ഭാഗത്തേക്ക് ഞാൻ നോക്കാറില്ല. എന്നിട്ട് കണ്ടീഷണർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പതുക്കെ ആ ജട തന്നെത്താനെ ഊരി വന്നോളൂ. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഫുള്ള് പിന്നെ നന്നായിട്ട് വരും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? അതെടുത്ത് കെട്ടിവെക്കും. മുകളിൽ ഇവിടെ ആയിട്ട് കെട്ടിവെക്കും, ക്ലിപ്പിട്ട്. എന്നിട്ട് നമ്മൾ ദേഹമൊക്കെ കഴുകും. ദേഹമൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പിന്നെ തല കഴുകുന്നത്. അപ്പം കണ്ടീഷണർ മുടിയിൽ പിടിക്കും. ഞാൻ എന്തോ പോലെ ഉണ്ട്, മുടിയിൽ പിടിക്കും. കൈ കഴിക്കണം. മുടിയിൽ പിടിച്ച് അപ്പം സെറ്റാവും. പിന്നെ ഒന്നും ചെയ്യാണ്. പിന്നെ നന്ന ആൻഡ് ഓൾസോ മേക്ക് ഷുവർ കണ്ടീഷണർ ഫുള്ളായിട്ട് കഴുകി പോകുന്നുണ്ട്. ഫുള്ള് കഴുകി കളയണം. പിന്നെ ഞാൻ സാധാരണ ബ്ലോ ഡ്രൈ ഒന്നും ചെയ്യാറില്ല. ഫസ്റ്റ് ഡേ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും. സെക്കൻഡ് ഡേ അത് പെർഫെക്റ്റ് പക്കായിട്ട് കിടക്കും. എനിക്ക് തേർഡ് ഡേ എന്തെങ്കിലും ഫംഗ്ഷന് പോവാണെങ്കിൽ അതിന് 2 ദിവസം മുമ്പേ തല കഴുകും. അങ്ങനെയല്ലേ? അത് അതിന് ഗ്രീസി റെക്കോർഡിംഗ് ഒന്നുമില്ലാത്ത എന്റെ കുഞ്ഞ് എന്താ. എന്നാലും അവനാണ് സുന്ദരൻ. പിന്നെ അത് നിർത്തിയാ പനിക്കലല്ല. അവര് നമ്മള് ഭയങ്കര അതെപ്പോഴും അങ്ങനല്ലേ? അല്ല അങ്ങനല്ല, അതെപ്പോഴും അങ്ങനല്ലേ? അതെപ്പോഴും അങ്ങനല്ലേ? സ്ത്രീകള് നമ്മള് ഭയങ്കരമായിട്ട് ഒരുങ്ങിയൊക്കെ ഇറങ്ങുമ്പോ ഇവരാണെങ്കിൽ ഒന്നും ഇടാതെ ഇങ്ങനെ ഇറങ്ങും. പക്ഷെ ഒന്നും ഇടാതെന്നല്ല, അവരിങ്ങനെ സിമ്പിള് കുട്ടപ്പന്മാരെ ഇറങ്ങും. പക്ഷെ അവര് നല്ല എനിക്ക് എല്ലാ ജീവജാലങ്ങളിലും ആണുങ്ങളാന്ന് തോന്നുന്നു ഭംഗി കൂടുതൽ എന്നാണ് എന്റെ ഒരു നിഗമനം. ശരി, നമുക്ക് ഡിബേറ്റ് വെക്കാതെ. ഓക്കെ, സിംഹത്തിന് എന്താ സിംഹം സിംഹിണി എന്നെക്കാളും സിംഹത്തിനല്ലേ? പൂവങ്കോഴിക്ക് പൂവങ്കോഴിയല്ലേ ഭംഗി? ഒരു പെങ്കൊച്ച് ഒരുങ്ങിയൊക്കെ ഇറങ്ങിയാണ്. നമ്മൾ ഒരുങ്ങിയല്ലേ ഇറങ്ങുന്നത്? പുരുഷന്മാർ പക്ഷെ ഒരുങ്ങിയല്ലല്ലോ ഇറങ്ങുന്നത്. അവര് വെറുതെ ഇറങ്ങിയാലും ഭംഗിയല്ലേ? ഇനി ഞാൻ പറയാം. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. ഇല്ല, ഞാൻ എഴുതത്തില്ല. ഇതാണ്
നമ്മുടെ എണ്ണ കേട്ടോ. അപ്പം ഈ എണ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ അരിച്ചിട്ടില്ല, ഞാൻ അരിക്കാറില്ല എണ്ണ, അങ്ങനെ തന്നെ ഒഴിച്ചു വെക്കില്ല പതിവ്. നിങ്ങൾക്ക് അരിക്കണമെങ്കിൽ എൻ്റെ പുറകെ നിൽക്കുന്നവരെങ്ങനെ കാണും, നിങ്ങൾക്ക് അരിക്കണമെങ്കിൽ അരിച്ചൊഴിച്ച് വെക്കാം. പക്ഷെ എനിക്ക് ആ ഒരു മട്ട് വരില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതിങ്ങനെ കിരിക്കിരിക്കിരിന്ന് ഇങ്ങനെ തലയത്തേക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഒഴിച്ച് കളയാറില്ല. ഇത് ഞാനിപ്പം ഒഴിച്ചതിൻ്റെ അകത്ത് വെച്ചേക്കാണ്. അപ്പം നിങ്ങളും എണ്ണയൊക്കെ ചെയ്ത് നോക്കിയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം എന്താ നിനക്കിട്ടാ ബാക്കി പറയാനുള്ളത്? ബാക്കിയൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം നാളെ കാണിച്ചു തരാം, നാളെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ബൈ, ടാറ്റാ. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഒരു അപ്പ പാവം പോലെ നിൽക്കുന്നുണ്ട്. അപ്പ വിശക്കുന്നുണ്ട്. അപ്പയ്ക്ക് ചോറ് ഞങ്ങളെല്ലാം കഴിക്കട്ടെ. ബൈ. ഇന്നലെ നമ്മൾ കാച്ചിയ എണ്ണയൊക്കെ തേച്ചിട്ട് ഇന്നലെ നമ്മൾ ഷാമ്പൂ ഒക്കെ ചെയ്ത് അങ്ങനെ നിൽക്കരുത്, ഇതുപോലെ സെറ്റ് ചെയ്യാറില്ല കേട്ടോ അവളുടെ ഇത് മുടി ഇങ്ങനെ തന്നെ കിടക്കല്. അപ്പം എനിക്ക് ഇത് ആരാണ് എൻ്റെ കുട്ടി? ഇതേ കുറേ മുടി പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് പിടിക്കും ഇത്. ആ മുടി ഞങ്ങൾക്ക് തിരിച്ച് പിടിക്കണം. അപ്പം അതിൻ്റെ ശ്രമത്തിലാണ്. അപ്പം ഇത് വേണ്ട, ഇതാണ്. അപ്പം ഞങ്ങൾ ഡാനപ്പൻ ട്യൂഷന് പോയി. അപ്പം സ്കൂളിലാണ്. അപ്പോഴേക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. 4 മണി കഴിഞ്ഞു ഇപ്പം. അപ്പം ഞങ്ങളിങ്ങനെ ചായ കുടിക്കാനൊക്കെ ഉള്ള തിരക്കിലിങ്ങനെ ഇരിക്കണം. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ എണ്ണ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നിങ്ങളും ഉണ്ടാക്കണം കേട്ടോ എണ്ണ. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാനൊരു 1 മന്ത് കഴിഞ്ഞ് ഇടുന്നതായിരിക്കും കേട്ടോ. ശരിക്കും നല്ല എണ്ണയായിരുന്നു അത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തില്ല നിൽക്കട്ടോ, നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മടി പിടിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ മടിയല്ല, പിന്നെ വയ്യാണ്ടൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാൻ വയ്യായിരുന്നു. അപ്പോൾ എല്ലാവരും നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ please do subscribe, like and share my channel. Bye bye.